ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 201 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് യെരുശലേമിൽ നിന്ന് ഗലീലയിലേക്കുള്ള യാത്രാമധ്യേ യേശു ശമരിയ പട്ടണമായ സുഖാറിലെത്തി 2 ദിവസം കഴിഞ്ഞ് ഗലീലയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 43-ാം വാക്യം. ഇവിടെ മുതലുള്ള യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തെ ദി ഗ്രേറ്റ് ഗലീലിയൻ മിനിസ്ട്രി എന്നാണ് വേദപണ്ഡിതർ അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ പ്രാരംഭമായ ഈ ഗലീലിയൻ യാത്രയെക്കുറിച്ച് 4 സുവിശേഷകരും കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. മത്തായി 4:12, മർക്കോസ് 1:14, ലൂക്കോസ് 4:14-15, യോഹന്നാൻ 4:43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുക. മത്തായിയും മർക്കോസും അവൻ ഗലീലയിലെത്തി എന്ന് മാത്രം സൂചിപ്പിക്കുമ്പോൾ, ലൂക്കോസും യോഹന്നാനും വായിക്കുന്നത് യേശുവിൻ്റെ ഗലീലിയൻ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലം നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് എന്ന് ബോധ്യമാവും. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി നാട്ടിലൊക്കെയും പരന്നു എന്ന് ലൂക്കോസ് പറയുമ്പോൾ, അവൻ ഗലീലയിലെത്തിയപ്പോൾ കഴിഞ്ഞ പെസഹ പെരുന്നാളിന് യെരുശലേമിൽ വെച്ച് യേശു ചെയ്ത കാര്യങ്ങൾ നേരിട്ട് കണ്ട ചില ഗലീലക്കാർ യേശുവിനെ അംഗീകരിച്ചു എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 4:45. അതുകൂടാതെ ഇവിടെ യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. 46-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു എന്നാണ്. യേശുവിൻ്റെ ഗലീലിയൻ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലമൊരുക്കലിന് ഈ കാനാ യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എൻ്റെ ചിന്ത. കാരണം തൻ്റെ ആദ്യ അത്ഭുത പ്രവൃത്തിക്ക് ശേഷം യേശു ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോയതാണ്. ആ സംഭവത്തിൻ്റെ പ്രശസ്തി നാട് മുഴുവൻ പ്രചരിക്കുമ്പോഴാണ് യെരുശലേമിൽ പെസഹ ആചരിക്കാൻ പോയ ഗലീലക്കാർ യേശു അവിടെ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതും, ഇപ്പോൾ അവനെ ഗലീലയിൽ കണ്ടപ്പോൾ അവരൊക്കെ യേശുവിനെ അംഗീകരിക്കുന്നതും. ഇനി 47 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെയാണ് യോഹന്നാൻ ഒരു സംഭവം ചേർത്തിരിക്കുന്നത്. ആ വേദഭാഗം ഇങ്ങനെയാണ്: അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാചകം ശ്രദ്ധിക്കണം. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ച് താനും കുടുംബവുമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ
ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാണ് യോഹന്നാൻ ഈ വേദഭാഗം അവസാനിപ്പിക്കുന്നത്. ലൂക്കോസും യോഹന്നാനും നൽകിയ വിശദീകരണങ്ങൾ അനുസരിച്ച് യേശുവിൻ്റെ ഗലീലിയൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ പശ്ചാത്തലമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. കാനായിലെ കല്യാണത്തിൽ വെച്ച് നടന്ന ആദ്യ അത്ഭുത പ്രവൃത്തവും തുടർന്ന് യെരുശലേമിൽ പെസഹായോട് അനുബന്ധിച്ച് നടന്ന സംഭവങ്ങളും യേശുവിൻ്റെ പ്രശസ്തി ചുറ്റുമുള്ള നാട്ടിൽ മുഴുവൻ പരക്കുവാൻ കാരണമായി. ആ പ്രശസ്തിയുടെ വ്യാപ്തി നമ്മെ ബോധ്യപ്പെടുത്താൻ മതിയായ ഒരു ഉദാഹരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മത്തായിയും ലൂക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്ന ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കുന്ന സംഭവത്തിൻ്റെ യോഹന്നാൻ്റെ വിവരണമാണ് ഇത് എന്നാണ്. അതെന്ത് തന്നെ ആയാലും ഈ സംഭവം യേശുവിൻ്റെ പ്രശസ്തി എന്തുമാത്രം വ്യാപിച്ചിരുന്നു എന്നത് നമ്മെ ബോധ്യപ്പെടുത്താൻ മതിയായതാണ്. 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, യേശുവിനെ കാണാനായി ആ മനുഷ്യൻ താണ്ടിയ ദൂരമാണ്. ഇപ്പോൾ യേശു ആയിരിക്കുന്ന കാനായിൽ നിന്നും ഏതാണ്ട് 20 മൈൽ ദൂരെയുള്ള സ്ഥലമാണ് കഫർന്നഹൂം. കാനായിലെ കല്യാണത്തിന് തൻ്റെ ആദ്യ അത്ഭുത പ്രവൃത്തി ചെയ്തതിന് ശേഷം യേശുവും കുടുംബവും വിശ്രമിക്കാൻ പോയത് കഫർന്നഹൂമിലേക്കാണ് എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുമല്ലോ. ഇത്രയും ദൂരം ഈ മനുഷ്യൻ യാത്ര ചെയ്ത് യേശുവിനെ കാണാൻ വരണമെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള കേട്ടറിവിൽ അയാൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. 2, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനമാണ്. രാജഭൃത്യൻ എന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് രാജാവിനടുത്ത പദവിയുള്ള ഒരാൾ എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. അതായത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഇത്രയും ഉന്നതനായ ഒരു മനുഷ്യൻ നസറേത്തുകാരൻ ഒരു തച്ചൻ എന്നും മാത്രം ഇപ്പോൾ പറയാവുന്ന യേശുവിനെ തേടി വരണമെങ്കിൽ യേശുവിൻ്റെ പ്രശസ്തിയുടെ വ്യാപ്തി നമുക്ക് ബോധ്യമാവുമല്ലോ. 3, ആ മനുഷ്യൻ്റെ വിശ്വാസമാണ്. വാക്യം 9, യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അവൻ്റെ യാത്രാമധ്യേ ദാസന്മാർ ശുഭവാർത്തയുമായി അവനെ എതിരേൽക്കുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രദ്ധിക്കണം. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിക്കുമ്പോൾ ഇന്നലെ 7 മണിക്ക് എന്നവർ പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെയെന്ന് അപ്പൻ ഗ്രഹിച്ചുവെന്ന് 53-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ച് താൻ വിശ്വാസത്തോടെ തിരിച്ച ആ നിമിഷത്തിൽ തന്നെയാണ് തൻ്റെ മകന് സൗഖ്യം ലഭിച്ചതെന്ന് ഉറപ്പിച്ച ആ മനുഷ്യനും കുടുംബവും യേശുവിൽ വിശ്വസിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഗലീലിയൻ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലം ഒരുക്കലിന് ഈ യാത്രകൾ, അതായത് യെരുശലേമിലേക്കും ശമര്യയിലേക്കും ശമര്യയിൽ നിന്ന് ഗലീലയിലേക്കും നടത്തിയ യാത്ര, ഇപ്പോഴത്തെ കാന യാത്ര, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയാൻ കാരണം പ്രസ്തുത യാത്രക്കിടയിലുണ്ടായ സംഭവങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ബോധ്യം വരും. 1, യഹൂദനാൽ വെറുക്കപ്പെട്ട വർഗത്തിൽ ജനിച്ചവളും തൻ്റെ സ്വഭാവ വൈകൃതങ്ങളാൽ സ്വന്തം സമൂഹത്തിൽ നിന്ന് പോലും തള്ളപ്പെട്ടവളുമായിരുന്ന ശമര്യക്കാരി സ്ത്രീയും അവളിലൂടെ സുഖാർ എന്ന ശമര്യ പട്ടണം മുഴുവനും യേശുവിൽ വിശ്വസിക്കുകയാണ്. കാനായിലെത്തുമ്പോൾ വളരെ വിദൂരതയിൽ നിന്നും വന്ന വളരെ ഉന്നത സ്ഥാനീയനായ ഒരു രാജഭൃത്യനും കുടുംബവും യേശുവിൽ വിശ്വസിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ
ശമര്യയിൽ നിന്നുള്ള യാത്രാമധ്യേ യേശു പറഞ്ഞതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന വാചകത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യമാവും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇത്ര വിശദമായി ഈ കഴിഞ്ഞ 3-4 എപ്പിസോഡുകളിലൂടെ വിവരിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അതായത് യേശു കർത്താവ് ആദ്യമായി തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കാനായിലെ കല്യാണത്തിനൊരു അത്ഭുതം പ്രവർത്തിച്ച് കണ്ടുനിന്ന മനുഷ്യരെ മുഴുവൻ അത്ഭുത പരതന്ത്രരാക്കി. അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നറിയാൻ കുറേ ദിവസങ്ങളൊക്കെ കബർന്നഭൂമിൽ പോയി വിശ്രമിച്ച് അവിടെ നിന്ന് നേരെ യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ പെസഹയോടനുബന്ധിച്ച് ചില അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് ഗലീലയിലേക്കുള്ള യാത്രാമധ്യേ ശമരിയ പട്ടണമായ സുഖാറിൽ 2 ദിവസം തങ്ങി അവിടെ ഒരു മഹാസംഭവം നടന്ന് വീണ്ടും അദ്ദേഹം തിരിച്ച് ഗലീലയിൽ വന്ന് ഗലീലയിലെ കാനായിൽ ഒരു രാജഭൃത്യൻ്റെ അപേക്ഷ പ്രകാരം അവൻ്റെ മകനെ സൗഖ്യമാക്കുന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. തുടർന്ന് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉദ്ദേശം നിങ്ങൾക്ക് ബോധ്യമാകും. ഇപ്പോൾ യേശു പറഞ്ഞ വാചകവും ഇതിനോട് ചേർത്ത് വായിക്കണം. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് അവനിങ്ങനെ ഗലീലയിലേക്ക് വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ഈ വാചകം പറഞ്ഞു എന്നാണ്. അതാണ് പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് പറഞ്ഞ വാചകം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ഇതുവരെ ഞാൻ വിവരിച്ച കാര്യങ്ങളും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് യേശു നേരെ പോകുന്നത് താൻ വളർന്ന നസറത്തിലേക്കാണ്. ആ ഭാഗം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസാണ്. ലൂക്കോസ് 4:16 മുതലുള്ള വാക്യങ്ങൾ. അവൻ വളർന്ന നസറത്തിൽ വന്നു. ശബ്ബത്തിൽ അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. എല്ലാവരും അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു താൻ വായിച്ച വേദഭാഗത്തെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാൻ ഒരുങ്ങുകയാണ്. അവൻ ആദ്യം പറഞ്ഞ വാചകം, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്നാണ്. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ ആദ്യ പ്രസംഗമാണിത്. ഈ പ്രസംഗത്തിലൂടെ യേശു തൻ്റെ ശുശ്രൂഷയുടെ രത്നച്ചുരുക്കം അവതരിപ്പിക്കുകയാണ്. ഒരുപാട് വേദശാസ്ത്ര വിശകലനങ്ങൾ നടന്നിട്ടുള്ളൊരു വേദഭാഗമാണിത്. ആ പ്രസംഗത്തിൻ്റെ അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് പോകാതെ നമുക്ക് ആ പ്രസംഗത്തെ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. പലരും പ്രസംഗം കേട്ട് വിസ്മയിച്ചു എന്ന് മർക്കോസും ആശ്ചര്യപ്പെട്ടു എന്ന് ലൂക്കോസും പറയുന്നു. തുടർന്ന് നാട്ടുകാരുടെ വർത്തമാനങ്ങൾ സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവൻ യോസേഫിൻ്റെ മകനല്ലയോ? ഈ ഒരൊറ്റ വാചകത്തിൽ ലൂക്കോസ് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ മർക്കോസ് പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കുക. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ എന്നവരുടെ സഹോദരനായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി എന്ന മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാചകം ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: They were deeply offended and refused to believe in him എന്നാണ്. യേശുവിനെയും അവൻ്റെ മാതാപിതാക്കളെയും അവൻ്റെ സഹോദരങ്ങളെയും അവൻ്റെ തൊഴിലും ഒക്കെ അറിയാവുന്ന നാട്ടുകാർ
അവൻ്റെ ഈ കഴിവിൽ അഭിമാനിക്കുന്നതിന് പകരം ദുരഭിമാനികളാവുകയും നിഷേധികളാവുകയുമാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ അത്ഭുതമായ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് നേരിട്ട് കണ്ടിട്ടും, യെരുശലേമിൽ വെച്ച് പെസഹയോടനുബന്ധിച്ച് അവൻ ചെയ്ത അത്ഭുതങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടും, യഹൂദന് തീണ്ടിക്കൂടായ്മയുണ്ടായിരുന്ന ശമരിയാക്കാരി സ്ത്രീയും അവൾ മുഖാന്തരം ഒരു പട്ടണം മുഴുവൻ അവനിൽ വിശ്വസിച്ചിട്ടും, അവൻ ഗലീലയിൽ മടങ്ങിയെത്തിയപ്പോൾ ഹെരോദാവിൻ്റെ കൊട്ടാര ഉദ്യോഗസ്ഥനായിരുന്ന ആളിൻ്റെ മകനെ സൗഖ്യമാക്കിയതിലൂടെ അദ്ദേഹവും കുടുംബവും അവനിൽ വിശ്വസിച്ചിട്ടും, സ്വന്തം നാട്ടിലെ സിനഗോഗിലെ അവൻ്റെ പ്രസംഗം കേട്ട് വിസ്മയിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിട്ടും, തികച്ചും സാധാരണമായ അവൻ്റെ കുടുംബ പശ്ചാത്തലവും തച്ചൻ എന്ന അവൻ്റെ തൊഴിലും ചികഞ്ഞ് ദുരഭിമാനികളാവുകയും നിഷേധികളാവുകയും ചെയ്യുന്ന സ്വന്തം മനുഷ്യരെ കണ്ട് യേശു നിരാശനാവുകയാണ്. ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറയുകയാണ് യേശു. എത്ര നിരാശാജനകമായ ഒരു വാചകമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യ അത്ഭുത പ്രവൃത്തി മുതൽ ഇപ്പോൾ കപർന്നഹൂമിൽ വന്ന രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കുന്നത് വരെയുള്ള സംഭവ പരമ്പരകൾ മുഴുവൻ അരങ്ങേറിയിട്ടും പതിവില്ലാത്ത വിധം സിനഗോഗിലെ അവൻ്റെ പ്രസംഗത്തിലും അതിനോട് ചേർന്നുള്ള വ്യാഖ്യാനങ്ങളിലും വിസ്മയം പൂണ്ടവരായിട്ട് പോലും തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായ നിഷേധാത്മകമായ അഭിപ്രായത്തെ കണ്ട് നിരാശനായ യേശു ഹൃദയം നുറുങ്ങി പറഞ്ഞ വാചകമാണ് ഇത്. ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനം ഇല്ലാത്തവൻ അല്ല. ഈ കഴിഞ്ഞ നാളുകളിൽ താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ദേശം മുഴുവൻ അത്ഭുതപ്പെടുകയും തൻ്റെ സ്വന്തം വർഗത്തിന് പുറത്തുള്ള അനേകർ അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴും തൻ്റെ സ്വന്തം ജനം അവനെ അംഗീകരിക്കാനാവാതെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നതിൽ യേശു നിരാശപ്പെടുക മാത്രമല്ല, പരമ്പരാഗതമായി ഇക്കൂട്ടർ സ്വീകരിച്ചു പോന്ന അവരുടെ ഇത്തരം നിലപാടുകളെ തുടർന്ന് അക്കമിട്ട് നിരത്തി വിമർശിക്കുന്നതാണ് നാം കാണുന്നത്. ലൂക്കോസ് 4:25 മുതലുള്ള വാക്യങ്ങൾ. യേശു പറയുകയാണ് അവരോട് നിരാശയോടെ, അല്പം കോപത്തോടെ, വല്ലാത്ത ആത്മഭാരത്തോടെ യേശു അവരോട് പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ ദൈവം അയച്ചില്ല. യേശു തുടരുകയാണ്. അവണ്ണം എലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളുണ്ടായിരുന്നു. സൊറിയാക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. ഉദാഹരണ സഹിതമുള്ള അവൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരുടെ പ്രതികരണം ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 28 മുതലുള്ള വാക്യങ്ങൾ. പള്ളിയിൽ ഇരുന്നവരെല്ലാം ഇത് കേട്ടിട്ട് കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. സ്വന്തം നാട്ടിലെ സ്വന്തം ആരാധനാലയത്തിലെ തൻ്റെ ആദ്യ പ്രസംഗത്തോട് സ്വന്തം ജനം പ്രതികരിച്ച വിധമാണ് നാം വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ശുശ്രൂഷ കാലത്ത് ചെയ്യുന്ന പ്രസംഗങ്ങളുടെ ഒരു ശൈലിയും അതിൻ്റെ ഉദ്ദേശവും ഞാൻ ദൈവവചനം പഠിപ്പിച്ചിട്ടുള്ളവരോട് സാധാരണയായി പ്രസംഗങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതുമായ ഒരു വാചകം ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒന്നാണ്. ആ വാചകം എങ്ങനെയാണ്? ഡു നോട്ട് സ്പീക്ക് ടു ഇംപ്രസ്,
ബട്ട് സ്പീക്ക് ടു എക്സ്പ്രസ്. ഒരു പ്രാവശ്യം കൊണ്ട് പറയാം. ഡു നോട്ട് സ്പീക്ക് ടു ഇംപ്രസ് ബട്ട് സ്പീക്ക് ടു എക്സ്പ്രസ്. കേൾവിക്കാരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആവരുത് പ്രസംഗം. പകരം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൃത്യമായി കേൾവിക്കാരനിൽ എത്തിക്കാൻ വേണ്ടിയാവണം. ഈ ജനം അവനെ തലകീഴായി തള്ളിയിടുവാൻ ഭാവിക്കുമ്പോൾ യേശു എന്താണ് ചെയ്തതെന്ന് 30-ാം വാക്യം പറയുന്നുണ്ട്. അവനോ അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി. 31-ാം വാക്യം യേശുവിൻ്റെ ശുശ്രൂഷാ വിവരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കപർന്നഹൂമിൽ ചെന്നു. കപർന്നഹൂമിലേക്കുള്ള ഈ മാറ്റവും പ്രവാചകൻ മുമ്പുകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് മത്തായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവൻ നസറത്ത് പട്ടണം വിട്ടു സെബൂലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കപർന്നഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇടവന്നു. മത്തായി 4:12 മുതൽ 16 വരെ. തുടർന്ന് മത്തായി പറയുന്നു, വാക്യം 17, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. തൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട യേശു തുടർന്നുള്ള തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് കപർന്നഹൂം കേന്ദ്രമാക്കിയാണ്. അങ്ങനെയാണ് കപർന്നഹൂമിന് യേശുവിൻ്റെ പട്ടണം എന്ന പേർ വന്നത്. ഇന്നും കപർന്നഹൂമിൽ ചെന്നാൽ അതിൻ്റെ കവാടത്തിൽ ടൗൺ ഓഫ് ജീസസ് എന്ന് എഴുതിയ ഒരു ബോർഡ് കാണാം. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള സംഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രദ്ധിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. പി തോമസ് അച്ഛൻ.